ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കെവിനും ഇസബെല്ലയും നന്ദനെ രഹസ്യമായിട്ട് പാർപ്പിച്ചിരിക്കുന്ന ആ ഒളി സങ്കേതത്തിലെത്തുന്നു. തുടർന്ന് നന്ദനെ കാണണം എന്ന് ഇസബെല്ല ആവശ്യപ്പെടുമ്പോൾ ഗുണ്ടകളാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നുണ്ട്. അതായത് നന്ദൻ തങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ള സത്യം. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ചന്ദ്രോത്ത് നന്ദൻ ഉണ്ടായിരുന്നില്ല എന്നും ആ സിദ്ധാർത്ഥനും പ്രഭാവതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഗുണ്ടകൾ പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ ഇസബെല്ലയ്ക്ക്. ശരിക്കും സമനില തെറ്റിയതുപോലെയാണ് ഇസബെല്ല പെരുമാറുന്നത്. ആരോ ഇതിനിടയിൽ കയറി കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഇസബെല്ല മനസ്സിലാക്കുന്നു. തുടർന്ന് ഇസബെല്ല ഋഷിയെ വിളിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെയൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല ബെല്ല, നമ്മൾ ഒരുമിച്ചല്ലേ നന്ദനെ കടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അതിനിടയിൽ ഞാനൊരിക്കലും നിന്നെ ചതിക്കില്ല എന്നെല്ലാം ഋഷി പറയുന്നു. ഏതായാലും ഋഷിയുടെ വാക്കുകൾ ഇസബെല്ല വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഋഷി തന്നെയാണ് CPI ഉപയോഗിച്ച് നന്ദനെ ചന്ദ്രോത്ത് നിന്നും കടത്തിയിരിക്കുന്നത്. ഇസബെല്ലയുടെ ആളുകൾ ചന്ദ്രോത്ത് വരുന്നതിന് മുൻപ് തന്നെ ഋഷിയുടെ ആളുകൾ എത്തി നന്ദനെ തട്ടിക്കൊണ്ടു പോയിരുന്നു. അങ്ങനെ CPI ആണെങ്കിൽ നന്ദനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ദേവികയാണെങ്കിൽ നന്ദനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ച് എസ്തപ്പാൻ്റെ വീട്ടിലെത്തുന്നു. പോലീസ് അന്വേഷണം പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദേവിക എസ്തപ്പാൻ്റെ സഹായം ചോദിച്ച് എത്തുന്നത്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എസ്തപ്പ ചേട്ടൻ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ എന്ന് ദേവികയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ എസ്തപ്പാനെ കണ്ട് ദേവിക നടന്നതെല്ലാം പറയുന്നു. നമ്മളറിയാത്ത എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ടെന്നും നന്ദു എവിടെയുണ്ടെങ്കിലും എസ്തപ്പാൻ ചേട്ടൻ കണ്ടുപിടിക്കണമെന്നും എനിക്ക് ഈ സമയത്ത് വിശ്വസിക്കാവുന്ന മറ്റാരും ഇല്ല എന്നെല്ലാം ദേവിക തൻ്റെ സങ്കടം പറയുമ്പോൾ, മോള് ധൈര്യമായിട്ട് പോ, നന്ദൻ സാറിനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ എസ്തപ്പാൻ ചേട്ടൻ. തുടർന്ന് അതിനു വേണ്ടിയിട്ട് എന്തോ ഒരു തന്ത്രം എസ്തപ്പാൻ ചേട്ടൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വലിയൊരു ട്വിസ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. അതായത് CP നന്ദനെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു കൊടും കാട്ടിലെത്തുന്നു. അവിടെ എത്തുന്നതും ഇസബെല്ലയ്ക്ക് ഉണ്ടായതുപോലെ ഒരു അനുഭവം തന്നെയാണ് CPക്ക് ഉണ്ടാകുന്നത്. നന്ദൻ അവരുടെ കസ്റ്റഡിയിൽ ഇല്ല എന്ന് ഋഷി കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകൾ പറയുന്നുണ്ട്. നേരിട്ട് വിളിച്ച് ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നും അറിയിക്കാതിരുന്നതും എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് നടന്നതെന്ന് CPക്ക് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല. തുടർന്ന് CP നേരെ ഋഷിയെ കാണാനായിട്ട് എത്തുന്നു. നന്ദനെ കണ്ടു അങ്ങളെ, അവൻ എങ്ങനെയുണ്ട്, നമ്മുടെ ആളുകൾ അവനെ ശരിക്കും കൈകാര്യം ചെയ്തോ എന്നെല്ലാം ഋഷി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട് മോനെ എന്ന് CP പറയുമ്പോൾ തന്നെ എന്താ ഉണ്ടായതെന്ന് തെളിച്ച് പറയാൻ ഋഷി ആവശ്യപ്പെടുമ്പോൾ, നന്ദൻ നമ്മുടെ കസ്റ്റഡിയിൽ എന്ന് CP പറയുന്നതും ദേഷ്യത്തിൽ CPയുടെ നേരെ തിരിയുന്നുണ്ട് കേട്ടോ ഋഷി. തുടർന്ന് തന്നെയൊക്കെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചപ്പോഴേ മനസ്സിലായി ഇങ്ങനെയൊക്കെ വരൂ എന്ന്. ഇസബെല്ലയുടെ കസ്റ്റഡിയിലും നന്ദനില്ല, നമ്മളറിയാതെ ആരോ ഒരാൾ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ CPയുടെയൊക്കെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഋഷി. അപ്പോൾ ഇത് കേൾക്കുന്ന രന്ധതിയാണെങ്കിൽ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഋഷി, കാര്യങ്ങളെയൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയെങ്കിലും എല്ലാം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നെല്ലാം പറയുമ്പോൾ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഋഷിയും. പിന്നീട് സിദ്ധാർത്ഥും ഹരിയും ഒക്കെ ആണെങ്കിൽ ചന്ദ്രോത്ത് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇത്ര നേരമായിട്ടും നന്ദൻ്റെ കുറിച്ച് ഒരു തുമ്പും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവരെയൊക്കെ നിശ്ചിതമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. മുൻ MLAയുടെ മകനെയും MLAയുടെ ഭർത്താവിനെയൊക്കെയാണ് കാണാതായിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയാണോ അന്വേഷണം നടക്കേണ്ടത്? നിങ്ങൾക്കാർക്കും ഒരു ചൂടും ഇല്ലാത്തതുകൊണ്ടാണ് നന്ദനെ ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിയാതിരുന്നത്. എൻ്റെ മോനിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, പ്രഭ ഇങ്ങനെ വിഷമിക്കാതെ, നന്ദൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം എന്ന് തന്നെ പറഞ്ഞ് പ്രഭാവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്ദൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇസബെല്ലയും കെവിനും ഋഷിയൊക്കെ ആണെങ്കിൽ വാലിന്മേൽ തീ പിടിച്ച ഒരവസ്ഥയിലാവുന്നുണ്ട്. അതായത് തങ്ങളാർക്കും അറിയാത്ത മൂന്നാമതൊരാൾ ഇതിനിടയിലുണ്ട് എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും നന്ദൻ സുരക്ഷിതമായിട്ട് ആരുടെയോ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു പക്ഷേ ഗിരീഷോ മുരളിയോ തന്നെയായിരിക്കും ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. നന്ദന് ഇങ്ങനൊരു അപായ സൂചന ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ ശാരിക ഗിരീഷിനോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് മുൻകൂട്ടി കണ്ട് നന്ദനെ അവിടെ നിന്നും മാറ്റിയതാവാം എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്.
ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്